മക്കളെ NMMS എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് സെറ്റാക്കല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു എജുപോഡ്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, അപ്പോൾ ഉഷാറാക്കുക. നിങ്ങളെല്ലാവരും NMMS എക്സാമിൻ്റെ ചൂടിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്, അഥവാ ലോഹങ്ങളും അലോഹങ്ങളും. ഇതിൽ നിന്നും സ്ഥിരമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് കണ്ടന്റിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ്, the ability of metals to produce sound when struck with a hard materials is called dash. അതായത് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ എന്തു പറയുന്നു? മക്കളെ പറഞ്ഞത്, മെറ്റൽസുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെ അഥവാ മെറ്റലിന്റെ പ്രോപ്പർട്ടീനെ നമ്മൾ എന്താ വിളിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഹാർഡ്നെസ്, സൊണോറിറ്റി, ഡക്റ്റിലിറ്റി, ഡെൻസിറ്റി. മക്കളെ, നിങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റും. എടാ മക്കളെ, സൗണ്ടിലെ മെറ്റൽസിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സൗണ്ടിന്റെ ഫസ്റ്റ് 2 ലെറ്റർ എന്താ? SO അല്ലേ. അതിന്റെ കൂടെ ഒരു ഉണ്ട് എന്ന് കൊടുത്തു നോക്കി, അപ്പൊ എന്താ പറയാ? സൗണ്ട് അല്ലേ. അപ്പൊ സൗണ്ട്, ഈ സൗണ്ട് എന്നുള്ളത് പോലെ ഇതിൽ SO ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കി, ഇതാ SO. ഈ SOന്റെ ഒരു ഉണ്ടിട്ടെടുത്തോളി, സൗണ്ട്. അപ്പൊ സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവിനെ നമ്മൾ എന്താ വിളിക്കുക? സൊണോരിറ്റി എന്നാണ് വിളിക്കുക. മക്കളെ, ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെ നമ്മൾ എന്താ വിളിക്കുക? സൊണോരിറ്റി. മറന്നു പോകരുത്, ഇത് സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത്, വിച്ച് മെറ്റൽ ഹാസ് ഹയസ്റ്റ് മാലിബിലിറ്റി? തന്നിരിക്കുന്നതിൽ ആർക്കാണ് മാലിബിലിറ്റി കൂടുതലുള്ളത്? അതായത് മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മാലിബിലിറ്റി എന്ന് പറയുമ്പോൾ ലോഹങ്ങളെ അടിച്ചു പരത്താനുള്ള കഴിവിനെയാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തുന്ന കഴിവിനെയാണ് മാലിബിലിറ്റി എന്ന് പറയുക. അപ്പൊ മാലിബിലിറ്റി കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ്. ഓപ്ഷൻസ്: എ കോപ്പർ, ബി അലൂമിനിയം, സി ഗോൾഡ്, ഡി അയൺ. അതായത് ചെമ്പ്, അലുമിനിയം, സ്വർണം, ഇരുമ്പ്. ഇതിന്റെ ആൻസർ ഏതാണ്? മക്കളെ പഠിച്ചു വെച്ചോ. ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്നത് ആർക്കാ ഏറ്റവും കഴിവ്? ഗോൾഡിനാണ്, സ്വർണത്തിനാണ്. സ്വർണത്തിനെയാണ് നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? അടിച്ചു പരത്താൻ കഴിയുക. മറക്കണ്ട, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോകണം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക് വയർ ഇൻ ഹോംസ്? അതായത് വീടുകളിൽ വൈദ്യുത വയറിങ്ങിന് സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മക്കളെ, നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, അഥവാ വീട്ടിൽ നമ്മൾ കറണ്ട് വൈദ്യുതി കടത്തി വിടാനൊക്കെ ഉപയോഗിക്കുന്ന വയർ ഏതാണ്? മക്കളെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സിൽവർ തന്നിട്ടുണ്ട്, അലുമിനിയം തന്നിട്ടുണ്ട്, കോപ്പർ തന്നിട്ടുണ്ട്, ഗോൾഡ് തന്നിട്ടുണ്ട്. പൊതുവേ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തി വിടാൻ കഴിയുന്നത് സിൽവറിനാണ്. ബട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാടാ? കോപ്പറാണ്. അപ്പോൾ വീടുകളിൽ വൈദ്യുത വയറിങ്ങിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളി, ചെമ്പ്, അലുമിനിയം, സ്വർണം. ആരമക്കളെ? ചെമ്പ്. ചെമ്പ് കമ്പി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തി വിടാൻ പറ്റുന്നത് സിൽവർ ആണ്. അഥവാ ക്വസ്റ്റ്യൻ പേരാണ്, വൈദ്യുതി കടത്തിവിടാൻ ഏറ്റവും കഴിവുള്ള ലോഹം ഏതാണെന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ അത് വെള്ളിയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പറാണ്, ചെമ്പാണ്. ക്ലിയർ അല്ലേടാ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മാലിബിലിറ്റി ഇൻ മെറ്റൽസ്? താഴെ തന്നിരിക്കുന്നതിൽ ലോഹങ്ങളുടെ മാലിബിലിറ്റിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. മക്കൾക്ക് അറിയാം, മാലിബിലിറ്റി എന്ന് പറയുമ്പോൾ ലോഹങ്ങളെ അടിച്ചു പരത്തുകയാണ്. ഇത് ഉപയോഗപ്പെടുത്തുന്നത് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. മെറ്റൽ ഷീറ്റ്സ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ഓഫ് റൂഫ് ഓഫ് ബിൽഡിങ്സ്. അതായത് കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റ്. യെസ്, അത് അടിച്ചു പരത്തിയിട്ട് തന്നെയാണ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് മാലിബിലിറ്റി ആണ്. ഇനി ഇലക്ട്രിക് വയർ. മക്കളെ, ഇലക്ട്രിക് വയർ എന്ന് പറയുമ്പോൾ അടിച്ചു പരത്തിയിട്ടാണോ? അല്ലല്ലോ, വലിച്ചു നീട്ടുന്നല്ലേ. അപ്പോൾ ഇലക്ട്രിക് വയർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇലക്ട്രിക്കൽ വയർ. ഇലക്ട്രിക് വയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈദ്യുത കമ്പികൾ ഉണ്ടാക്കുന്നത് അടിച്ചു പരത്തിയിട്ടല്ല, വലിച്ചു നീട്ടിയിട്ടാണ്. അതിന് ഡക്റ്റിലിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഈ അലുമിനിയം ഫോയിൽ എന്ന് പറയുമ്പോൾ ആ ഫോയിൽ നിങ്ങൾക്ക് അറിയാം, അതും അടിച്ചു പരത്തിയിട്ടാണ്. കോയിൻസ് അഥവാ നാണയങ്ങളും എന്ത് ചെയ്തിട്ടാണ്? അടിച്ചു പരത്തിയിട്ടാണ്. അപ്പൊ ഇതും അടിച്ചു പരത്തിയിട്ടാണ്, ഇതും അടിച്ചു പരത്തിയിട്ടാണ്. എന്നാൽ ബി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വയറാണ്. ഇലക്ട്രിക് വയേഴ്സ് എന്ന് പറയുമ്പോൾ അടിച്ചു പരത്തിയതല്ല, വലിച്ചു നീട്ടിയതാണ്. വലിച്ചു നീട്ടിയതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ആ ഒരു ക്വസ്റ്റ്യൻ വരും. അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ചൂട് കൊടുക്കുന്ന ലോഹങ്ങളിൽ ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയത് ഏത്? വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റൽ ഇസ് ദിസ് മോസ്റ്റ് ഡക്റ്റൈൽ? അതായത് താഴെ തന്നതിൽ ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയത് ഏതാണ്? മക്കൾ പഠിച്ചു വെച്ചോ, ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ളതും ആർക്ക് തന്നെയാണ്? ഗോൾഡ്. അപ്പൊ മാലബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഏറ്റവും കൂടുതലുള്ളത് ഗോൾഡിനാണ്. ഇനി ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഗോൾഡ് ഇല്ലാന്ന് കരുതുക, സ്വർണം ഇല്ലാന്ന് കരുതുക. അപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ? പ്ലാറ്റിനത്തിനാണ്.
ക്ലിയർ അല്ലേടാ? അപ്പോൾ സ്വർണ്ണം ഉണ്ടോ അവനാണ് ഏറ്റവും കൂടുതൽ മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റി ഉള്ളത്. എന്നാൽ ഡക്റ്റിലിറ്റിയുടെ കേസിൽ സ്വർണ്ണമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ആരാടാ? പ്ലാറ്റിനമാണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സെറ്റ് ആക്കുക. ജോയിൻ ബൂസ്റ്റർ ബാച്ച്, ആരെങ്കിലും ബൂസ്റ്റർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജോയിൻ എഡ്യൂപോർട്ട്. മക്കൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.